കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 158 കോടി. ഏത് കമ്പനി എന്നറിയോ? അതായത് ഏറ്റവും പരമപ്രധാനമായ ഹൃദ്രോഗ ചികിത്സക്കുള്ള ഉപകരണങ്ങൾ ഇല്ല നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിലും. ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യവും പിന്നെ ഹാരിസിനെതിരായ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ ഡോക്ടർമാരൊന്നും ഇനി മിണ്ടില്ല. ഇനി ഇതേപോലുള്ള മാധ്യമ പ്രവർത്തകരാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ളത്. കാരണം ഡോക്ടർമാരുടെ മുഴുവൻ വായടച്ചു. മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ കൊന്നുകളയും എന്ന് പിണറായി തമ്പുരാൻ ആജ്ഞാപിച്ചു. പിണറായി തമ്പുരാനും മറ്റേ മഹാറാണി ആ വീണ് കിടക്കുന്ന ജോർജും. അതായത് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ വിതരണം നിർത്തി. ഇനി ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് ആരും മെഡിക്കൽ കോളേജിലേക്ക് ഓടണ്ട. അവിടെ ഹൃദയ ശസ്ത്രക്രിയകൾ നിലച്ചിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ നിലച്ചേക്കും എന്നാണ് പറയുന്നത്. നിലച്ചില്ല, നിലച്ചേക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തീരുകയാണ് ഉപകരണങ്ങൾ അത്രയും, അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ അത്രയും. ഇങ്ങനെയാണ് വാർത്ത. കുടിശ്ശിക നൽകാത്തതിനാൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം കമ്പനികൾ നിർത്തി. ഇതോടെ വിരലിലെണ്ണാവുന്ന സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ നിലയ്ക്കുന്ന സ്ഥിതിയായി. ഈ സർക്കാരിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മൂന്നാമതും അധികാരത്തിലേറ്റ മറന്നു പോകരുത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പ്രത്യേകിച്ചും ഹൃദ്രോഗികളുടെ കുടുംബാംഗങ്ങൾ വരിയായി നിന്ന് ആർക്ക് വോട്ട് ചെയ്യണം? പിണറായി തമ്പുരാന് വോട്ട് ചെയ്യണം, വീണ ജോർജിന് വോട്ട് ചെയ്യണം. അങ്ങനെ വീണ്ടും നമ്മുടെ കേരളം എന്ത് ചെയ്യണം എന്നറിയോ? കേരളം ഇങ്ങനെ ഉയർന്നു പോകണം. ഹൃദ്രോഗികൾ മുഴുവനും ഇവിടെ എന്ത് ചെയ്യണം? ഹൃദ്രോഗികൾ മുഴുവനും ഇവിടെ ചികിത്സാ സൗകര്യങ്ങളില്ലാതെ മരിക്കണം. എന്ത്? ഒരു പ്രശ്നമില്ല, നമുക്ക് ഭരിക്കണം.